പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിലായിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോൾ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും. നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിൽ അകത്ത് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആളുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അവനെ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻകാരുമാണ് ഇന്ന് പാലക്കാടുള്ളത്. അതിനൊരു മാറ്റം വേണം. എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം. എല്ലാത്തിനും തീരുമാനം വേണം. അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം MLA ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള അവസരമൊരുക്കുക. പോലീസിനെതിരെ അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു KSUക്കാരനോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ തയ്യാറായില്ല. അതന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല കൊന്നു കൊല വിളിക്കാൻ കുറെ ആളുകൾ, അതൊന്നും നടക്കൂല, അത് നടക്കാൻ സമ്മതിക്കൂല.